ഹായ് മക്കൾസ്, +1 പൊളിറ്റിക്സിന്റെ പാർട്ട് 2, അതായത് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റത്തെ എന്താണ് പാർട്ട് 1 ഒരു 10 ചാപ്റ്റർ, പിന്നത്തെ ഒരു 10 ചാപ്റ്റർ, അങ്ങനെയാണല്ലോ. അപ്പോൾ 12ാമത്തെ ചാപ്റ്റർ മുതൽ 20ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 2.2 മുതൽ 2.10 വരെയുള്ള പാർട്ട് 2 എന്നുള്ള രൂപത്തിലേക്കുള്ള ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ സെറ്റാക്കി തരുന്നത്. നമ്മൾ ആദ്യമായി പറഞ്ഞിട്ടുണ്ട്, മോഡൽ എക്സാം ആവുന്നതിന് മുമ്പ് തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കൃത്യമായിട്ട് നിങ്ങളെ സെറ്റാക്കി തരും, പഠിപ്പിച്ചിരുന്നത്. നോക്കാം നമുക്ക് 12ാമത്തെ ചാപ്റ്റർ ഫ്രീഡം എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നോക്കുന്നതിൽ ക്വസ്റ്റ്യൻസ് ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹാം പ്രിൻസിപ്പിൾ. മക്കളെ 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹാം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാനി സിദ്ധാന്തത്തെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് വരും. ആ മാച്ച് ദ ഫോളോയിങ്ങിൽ ബുക്കുകളും പിന്നെ എഴുതിയ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ട് തരും. ഇപ്പൊ സ്വാതന്ത്ര്യത്തേക്കുള്ള ദീർഘനടത്തം ആരാണെന്നുള്ളത് നോക്കും, ഫ്രീഡം ഫ്രം ഫിയർ അല്ലെങ്കിൽ ഭയത്തിൽ നിന്നുള്ള മോചനം, വാട്ടർ വെള്ളം എന്നുള്ളത്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ അതിലിതാ കുറച്ച് സംഭവങ്ങൾ ഞാൻ എഴുതി തന്നിട്ടുണ്ട്, ബുക്കുകളും കാര്യങ്ങളും. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘനടത്തം എഴുതിയ നെൽസൺ മണ്ടേലയാണ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂക്കിയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ജോൺ സ്റ്റുവർട്ട് മില്ലർ, പിന്നെ അതുപോലെ തന്നെ ഇന്ദിര സ്വരാജ്, മഹാത്മാഗാന്ധി, റിപ്പബ്ലിക് പ്ലേറ്റോ, ദി പ്രിൻസ് മാക്കിയവല്ലി, വാട്ടർ ദീപ മേത്ത, പിന്നെ അതുപോലെ തന്നെ സാറ്റാനിക് വേസ് സൽമാൻ റുഷ്ദി. ഇതെന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇനി എന്തൊക്കെ വീഡിയോസ് ആണ്, ഞാൻ ബാക്കി കാര്യങ്ങളും പറഞ്ഞത് അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ വീഡിയോസ് ആണെന്നുള്ളത് നിങ്ങൾ ഞങ്ങളോട് പറയണം, കമന്റ് ബോക്സിലൂടെ പറയണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ടീച്ചേഴ്സിനോടും പറഞ്ഞ് നിങ്ങൾക്ക് സെറ്റാക്കി തരും. ഇനി നിങ്ങൾക്ക് അതിലൂടെ പറയാൻ മടിയെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മക്കളെ ഒരു കാരണവശാലും മടി കാണിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് മെസ്സേജ് ചെയ്തിടാം. ഓക്കെ, ഇനി വീഡിയോസ് ചെയ്തു, അതായത് നമ്മൾ ഈ +1 +2 ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ കണ്ടോ, എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്, ഈ പേജും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കണേ. ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക. ഇതിലൂടെയാണ് നിങ്ങൾ ചോദിക്കേണ്ട SB_Sad, അതാണ് എൻ്റെ അക്കൗണ്ട്. ഇത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്താണ്. അതിലൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ രണ്ടും ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാ കണ്ടോ, ആങ് സാങ് സൂക്കി, ഫ്രീഡം ഫ്രം ഫിയർ, നെൽസൺ മണ്ടേല, ലോങ് വാക്ക് ടു ഫ്രീഡം, അത് കാര്യങ്ങൾ. ഇനി വാട്ട് ഈസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫ്രീഡം, ഫ്രീഡത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇക്വാലിറ്റി എന്നുള്ള 13ാമത്തെ ചാപ്റ്ററിലൊക്കെ കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇക്വാലിറ്റി 2 മാർക്കിന് ചോദിച്ചാണ്. സമത്വം എന്നാൽ എന്ത്. പിന്നെ അതുപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 ഡയമെൻഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി, സമത്വത്തിന്റെ 3 തലങ്ങൾ ചുരുക്കി വിശദീകരിക്കുക എന്നുള്ളത് വരും. ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാലിറ്റി, സമത്വം എങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കൾ. ഇതിന് ആൻസറൊക്കെ അതെങ്കിലും കണ്ടുപിടിക്കണേ. ഈ ആൻസറും കൂടി നമ്മളോട് ചോദിക്കല്ലേ, കാരണം കുറേ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസിൽ എഴുതിയ ആൾക്കാർ നോക്കാം. ദ റിപ്പബ്ലിക് എഴുതിയത് ആരാണ്? പ്ലേറ്റോ ആണ്. പിന്നെ അതുപോലെ തന്നെ തിയറി ഓഫ് ജസ്റ്റിസ് ആരാണ്? ജോൺ റോൾസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വെയിൽ ഓഫ് ഇഗ്നോറൻസ്, മക്കളെ ഇത് നന്നായിട്ട് ചോദിക്കേണ്ടത്. അജ്ഞതയുടെ മൂടുപടം എഴുതിയത് അതും ജോൺ റോൾസ് തന്നെയാണ്, മനസ്സിലാക്കിയേക്കുക. ഇനി എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്, ഐഡന്റിഫൈ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. ഞാൻ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നീതി എന്ന ആശയം വിവരിക്കുക, നീതിയുടെ 3 തത്വങ്ങൾ എഴുതുക. ഇനി റൈറ്റ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് വ്യത്യസ്ത തരം അവകാശങ്ങൾ ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്നും കൂടി ചോദിക്കാറുണ്ട്. പിന്നെ ഇതാ കണ്ടോ, 4 റൈറ്റുകൾ, പൊളിറ്റിക്കൽ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, എക്കണോമിക് റൈറ്റ്സ്, കൾച്ചർ റൈറ്റ്. ഇതിങ്ങനെ ടേബിൾ ആക്കിയിട്ടാണ് തരാം, ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് തരും. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഹെഡിങ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് കുറേ അവിടെ തന്നിട്ടുണ്ടാവും, ഒരുപാട് റൈറ്റ്സുകളുണ്ട്. ആ വ്യത്യസ്ത അവകാശങ്ങൾ എന്ത് ചെയ്യണം, മക്കൾ പഠിക്കണം. 16ാമത്തെ ചാപ്റ്റർ സിറ്റിസൺഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സിറ്റിസൺഷിപ്പ് എന്നുള്ളത് ചോദിക്കാം. വാട്ട് ആർ ദ വേസ് അറ്റൈൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ പൗരത്വം നേടുന്നതിന്, ആർജിക്കുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഡിഫൈൻ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്, ഇതൊരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് സാർവത്രിക പൗരത്വം എന്നാൽ എന്ത്. എക്സാമിൻ എനി 4 ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ നാഷൻ, രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്ന 4 ഘടകങ്ങൾ എഴുതുക എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആഗോള പൗരത്വ, അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്. ഇനി 17ാമത്തെ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നാഷണലിസം, ദേശീയത, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നോക്കേണ്ടത്. വാട്ട് ഈസ് നാഷണാലിസം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാഷണാലിസം, ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ബുക്ക് ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ഇനി സെക്കുലറിസം, ഇതിൽ നന്നായിട്ട് എന്തെങ്കിലും SCA ക്വസ്റ്റ്യൻ അടക്കം വരാൻ ചാൻസ് ഉള്ളതാണ്.
എന്താണ് സെക്കുലറിസം, എന്താണ് മതേതരത്വം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്റർ റിലീജിയസ് ആൻഡ് ഇൻട്രാ റിലീജിയസ്, അതായത് അന്തർമത മേധാവിത്വവും ആന്തരിക മതമേധാവിത്വവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് 3 differences between വെസ്റ്റേൺ സെക്കുലറിസം ആൻഡ് ഇന്ത്യൻ സെക്കുലറിസം. വെസ്റ്റേൺ സെക്കുലറിസം ആൻഡ് ഇന്ത്യൻ സെക്കുലറിസം, അതായത് ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കാൻ ചിലപ്പോൾ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കളെ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 2 മാസം എൻ്റെ ഈ പേഴ്സണൽ അക്കൗണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ്. അതെന്തൊക്കെ ചോദിക്കാം, സാറേ എക്കണോമിക്സിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂ, സാറേ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, സാറേ ഹിസ്റ്ററിയുടെ എസ്എ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യോ, അല്ലെങ്കിൽ സാർ ഇത് ചെയ്യും, എന്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോസും കാര്യങ്ങളും കിട്ടണമെങ്കിൽ എജുപോർട്ട് ഹ്യൂമാനിറ്റീസ്, എജുപോർട്ട് ഹ്യൂമാനിറ്റീസ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, വിമർശനങ്ങൾ. ഇനി പീസ് എന്നുള്ള സബ്ജക്റ്റിൽ ചാപ്റ്ററിൽ വാട്ട് ഈസ് പീസ് എന്തെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചറൽ വയലൻസ് എന്താണെന്നുള്ള, സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനാപരമായ ഹിംസ വിശകലനം ചെയ്യുക എന്നുള്ളത്. ഇനി ഡെവലപ്മെന്റ് ലാസ്റ്റത്തതാണ് നമ്മൾ പറയുന്നത്. അതിൽ എക്കണോമിക് കോസ്റ്റുകൾ ഉണ്ട്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണ്, സോഷ്യൽ കോസ്റ്റുകൾ സാമൂഹികപരമായിട്ടുള്ള ഇതെന്താണ്, പിന്നെ കൾച്ചറൽ കോസ്റ്റ് സാംസ്കാരികപരമായിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണ്. ഇതാണ് ആ 20ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് മക്കളെ പാർട്ട് 2 ആയിട്ടുള്ളൂ. ഇനി പാർട്ട് 1ന്റെ നമുക്ക് എന്ത് ചെയ്യുന്ന 10 ചാപ്റ്റർ നമുക്ക് അവിടെയും സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ മറക്കണ്ട മക്കളെ, ഇനി കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇങ്ങനത്തെ വീഡിയോസ്, നിങ്ങൾക്ക് ഓക്കെ ആണോ, ഹാപ്പി ആണോ, സെറ്റ് ആണോ എന്ന് മാത്രം. എക്സാം നമ്മൾ ഉറപ്പിക്കും, ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാൻ എജുപോർട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. എജുപോർട്ടും എജുപോർട്ടിന്റെ ഹ്യൂമാനിറ്റീസ് ടീമുകളും സജ്ജരായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, ഞങ്ങൾ എപ്പോഴോ കൂടെ കൂടി. താങ്ക് യു, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.